ഫേസ്ബുക്ക് വ്ലോഗ് തുടങ്ങിയാലോ? എൻ്റെ കയ്യിലുള്ളത് എൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി സുഗതകുമാരി ടീച്ചറുടെ അമ്പലമണി എന്ന പുസ്തകമാണ്. അമ്പലമണി എന്ന കവിത എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. ബാല്യകാലം മുതൽക്ക് തന്നെ എൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരിയാണ്. ടീച്ചറെ ഒരിക്കലെങ്കിലും നേരിട്ട് കാണണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു, കാണാൻ പറ്റിയില്ല. അപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് എൻ്റെ എഴുത്തുകൾ കണ്ടിട്ട്, എൻ്റെ പോസ്റ്റുകൾ കണ്ടിട്ട് പലരും ചോദിക്കാറുണ്ട്, ഫേസ്ബുക്കിൽ മോണിറ്റൈസേഷൻ ഉണ്ട്, യൂട്യൂബിൽ മോണിറ്റൈസേഷൻ ഉണ്ട്, ഈ അനാവശ്യമായ സ്പിരിച്വൽ പോസ്റ്റുകൾ, അസുഖത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇതൊക്കെ ചോദിച്ചിട്ട് ഇതൊക്കെ മാറ്റിയിട്ട് എന്തെങ്കിലും കണ്ടന്റ് ക്രിയേഷൻസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി റീച്ച് കിട്ടില്ലേ, വരുമാനം കിട്ടില്ലേ എന്നൊക്കെ. ഓൾറെഡി ഉള്ള 2 യൂട്യൂബ് ചാനൽ ടീച്ചിങ്ങിൻ്റെതാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം അതൊന്നും എ ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ട്രാവൽ വ്ളോഗ് അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിങ് സ്കിൽ ഇതൊന്നും ചെയ്യാൻ ഉള്ള ഒരു പ്രൊഫഷണലിസോ അല്ലെങ്കിൽ നന്നായിട്ട് ആ രീതിയിൽ സംസാരിക്കാനുള്ള കഴിവ് എനിക്കില്ല. 2, എന്നെ ഞാനായി എൻ്റെ എല്ലാ ന്യൂനതകളോടും പോരായ്മകളോടും കൂടി ആക്സെപ്റ്റ് ചെയ്യുന്ന കുറച്ച് മനുഷ്യരുടെ ഇടയിൽ ഇരിക്കുന്നതല്ലേ നല്ലത്. എപ്പോഴും ചോദിക്കാറുണ്ട്, ഈ കാലഘട്ടത്തിന് യോജിച്ച രീതിയിൽ എല്ലാവരും മാറണം എന്ന് ക്ഷണിക്കാൻ പറ്റുമോ? അപ്പം അത്തരത്തിൽ ഒരുപാട് മറ്റുള്ളവർക്കനുസരിച്ച് നമ്മളും മാറിക്കൂടെ എന്ന് ചോദിക്കുന്നവർ ചോദ്യം കേൾക്കുമ്പോൾ ഞാൻ എപ്പോഴും ഓർമ്മിക്കുക സുഗതകുമാരി ടീച്ചറുടെ ഈ ഒരു പുസ്തകത്തിലെ ഒരു വരികളാണ്. അമ്പലം ജീർണിച്ചു പോയി, ആളുകൾ വരാതെയായി, എന്നിട്ട് അവിടെ അമ്പലമണി മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ആ മണി മുഴങ്ങുന്നത്? അതിന് ടീച്ചർ പറയുന്നത് ഇങ്ങനെയാണ് ആ കവിതയിൽ: എന്തിനു നീ ഒറ്റയ്ക്ക് തൂങ്ങും ഈ മണിയൊരേ മന്ത്രനാദം മുഴക്കുന്നു, എങ്കിലും ഇതിൻ ധർമ്മമിത്, സുസ്വരം മാഞ്ഞുവെങ്കിലും ഇതോർത്തു പാടുന്നു, പൊട്ടിയ ചിലമ്പിച്ചുരച്ചയിൽ കൂരിരുളിൽ ഒറ്റയ്ക്കു പാടി നിൽക്കുന്നു. അമ്പലത്തിൽ ആളില്ല, അമ്പലം ജീർണിച്ചു തുടങ്ങി, എന്നിട്ടും മണി മുഴങ്ങുന്നത് മണിയുടെ ധർമ്മം, മണിയുടെ സന്തോഷം, മണിയുടെ സംതൃപ്തി അതിലാണ് എന്നതുകൊണ്ടാണ്. അതുപോലെ മറ്റുള്ളവരൊക്കെ കിട്ടുന്ന സ്വീകാര്യത കണ്ടുകൊണ്ട് നമുക്ക് ചേരാത്ത ഒരു കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളത് നമുക്ക് കമ്പാറ്റബിൾ അല്ലാത്ത ഒരു സർക്കിളിൽ എത്തുകയും അതുകൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും, ഓൾറെഡി ഇത്രയും ട്രീറ്റ്മെന്റ് ബാക്ക്ഗ്രൗണ്ടിലൂടെ കടന്നുപോയ വ്യക്തിയാണ് ഞാൻ, അതുകൊണ്ട് തന്നെ അത് നമ്മുടെ പരാജയത്തിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും നമുക്ക് സന്തോഷം കിട്ടുന്നത് എന്താണ്, അത് 10 പേരിൽ ഒതുങ്ങുന്നതാണെങ്കിൽ അത് ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് വ്യക്തിപരമായിട്ടുള്ള വിശ്വാസം. അപ്പം എങ്ങനെയായാലും ഫേസ്ബുക്ക് വ്ളോഗും യൂട്യൂബ് വ്ളോഗും ഒക്കെ തുടങ്ങണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒന്നാമത്തെ നമുക്ക് ജോലിയൊക്കെ ആയി സ്ട്രെസ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയൊക്കെ എന്ത് ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും. ഈ പോസിറ്റീവ് എനർജി നമ്മൾ കൂടുതൽ ജോലിയിലും നമ്മുടെ ഡേ ടു ടാസ്കിലൊക്കെ നമ്മളെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കുകയും ചെയ്യും. ഇതിൻ്റെ പേഴ്സണലായിട്ടുള്ള അനുഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഫേസ്ബുക്ക് ആക്റ്റീവായിട്ട് നിർത്തുന്നതും. നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ പേഴ്സണലായി എടുത്തില്ലെങ്കിലും കൂടി അതൊന്നൊക്കെയുള്ള മൈൻഡ് ഡീവിയേറ്റ് ചെയ്ത് പോകും. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു വ്ളോഗ് തുടങ്ങുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട എന്നെ ഞാനാക്കിയ കുറച്ച് പുസ്തകങ്ങളുണ്ട്, ആ പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര, ആ പുസ്തകങ്ങൾ വായിച്ച എൻ്റെ അനുഭവങ്ങൾ, ഓർമ്മക്കുറിപ്പുകൾ, എന്നെ സ്വാധീനിച്ച അഭിമുഖങ്ങൾ, പ്രസംഗങ്ങൾ, അവയൊക്കെ വെച്ചിട്ട് ഒരു സീരീസ് പോലെ. എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല. ടീച്ചർ പറഞ്ഞതുപോലെ അമ്പലമണി അവിടെ കിടന്ന് മുഴങ്ങലേ ഉണ്ടാവും. എന്നാലും എന്താണോ എൻ്റെ മനസ്സിന് സംതൃപ്തി, എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നുന്നത് അത് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനിയുള്ള എൻ്റെ ഒരു ഫേസ്ബുക്ക് ബ്ലോഗ് സീരീസ് എന്ന് പറയുന്നത് ഞാൻ വായിച്ചിട്ടുള്ള എൻ്റെ പുസ്തകങ്ങളുടെ എന്നെ ഞാനാക്കിയ, എൻ്റെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ സമയത്ത് 10ാം ക്ലാസ്സിൽ ഫുൾ A+ ഒക്കെ വാങ്ങി എവിടെയൊക്കെ എത്തുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യപ്പെട്ടിരുന്ന ഒരു കുട്ടി 5-8 വർഷം വീടിൻ്റെ അകത്തളങ്ങളിൽ തനിച്ചാക്കപ്പെട്ടപ്പോൾ സഹതാപത്തിനു പകരം പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും ഏറ്റപ്പെട്ടു വന്നപ്പോൾ, ജീവിതം തീർന്നു എന്ന് അണ്ടർലൈൻ ചെയ്ത് ചിലർ വെച്ചപ്പോൾ, സംരക്ഷിക്കേണ്ട ഡോക്ടേഴ്സ് തന്നെ ശിക്ഷകരായി മാറിയ സമയത്ത് അവിടെ നിന്നൊക്കെ എന്നെ മുന്നോട്ട് നയിച്ചത് ഗുരുക്കന്മാരുടെ അനുഗ്രഹവും അവർ പകർന്നു തന്ന ജ്ഞാനവും ആ പുസ്തകങ്ങളിൽ നിന്ന് ഞാൻ വായിച്ചിട്ടുള്ള ആ സന്ദേശങ്ങളിൽ നിന്ന് ഞാൻ ആർജിച്ചെടുത്തിട്ടുള്ള ധൈര്യവുമാണ്. പിന്നെ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ജീവിതത്തിലൊരു പാഷൻ ഉള്ളവർ അവർക്കൊരിക്കലും ഒറ്റപ്പെടൽ ഉണ്ടാവില്ല. അത് വായനയാവാം, എഴുത്താവാം, റിസർച്ച് ആവാം, കായികമാവാം, രാഷ്ട്രീയമാവാം.
അവർക്ക് ഒരിക്കലും ഒറ്റപ്പെടലും ഉണ്ടാവില്ല, അവരങ്ങനെ പരാജയപ്പെട്ടു പോകില്ല. അവർ മറ്റൊന്നും അത്രയും പേഴ്സണലായിട്ട് എടുക്കില്ല, ബിക്കോസ് അവരുടെ ഫോക്കസ് ഇവിടെയായിരിക്കും. അപ്പം അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആ പാത തന്നെ അവരുടെ സന്തത സഹചാരിയായിട്ടും വഴികാട്ടിയായിട്ടും എന്നും കൂടെ ഉണ്ടാവും. പിന്നെ വായന അല്ലെങ്കിൽ അറിവിനു വേണ്ടിയുള്ള ഒരു ദാഹം എന്ന് പറയുന്നത് ഒരു ഇൻ്റലക്ച്വൽ എക്സസൈസ് ആണ്. അപ്പോൾ അതുണ്ടാകുന്ന സമയത്ത് നമുക്കൊരു പോസിറ്റിവിറ്റി, എനിക്കൊരു എപ്പോഴും പുതിയ പുതിയ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ എനിക്കുള്ളൊരു പോസിറ്റീവ് ഒരു നമ്മുടെ പറയും ഇപ്പോൾ സ്പിരിച്വാലിറ്റിയിലെ ഒരു സ്ഥാനത്തുള്ളവർ പറയും ആധാരചക്രങ്ങളിൽ ഊർജ്ജ വിദ്യ എന്നൊക്കെ പറയുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ അതുകൊണ്ട് ഞാൻ ഭയങ്കര സംഭവമായി എനിക്കെന്തൊക്കെയോ കിട്ടിയെന്ന് പറഞ്ഞിട്ട് എല്ലാം ധിക്കരിച്ച് നടക്കുവാണെങ്കിൽ നമ്മൾ പരാജയപ്പെടും. എന്താ പറയുക, അറിവ് നേടുന്തോറും വിനയം കൂടണമെന്നാണ് പറയാം. അപ്പോൾ ആ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുന്ന സമയത്ത് അത് നമുക്ക് പ്രൊഡക്റ്റീവായി ചാനലൈസ് ചെയ്താൽ ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങളും ഉണ്ടാവും. അപ്പോൾ ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വ്ളോഗ് സീരീസ് എന്ന് പറയുന്നത് ഈ ഞാൻ വായിച്ച പുസ്തകങ്ങൾ, എന്നെ സ്വാധീനിച്ച ആശയങ്ങൾ, അഭിമുഖങ്ങൾ, ഇവയെക്കുറിച്ചുള്ള ഒരു ആസ്വാദനം എൻ്റെ ഓർമ്മക്കുറിപ്പുകളായിട്ടാണ്. എത്ര പേർ കാണുമോ സ്വീകരിക്കപ്പെടുമോ എന്നൊന്നും അറിയില്ല. എന്നെ ഇതുവരെ എൻ്റെ എല്ലാ പോരായ്മകളോടും ന്യൂനതകളോടും കൂടി ആക്സെപ്റ്റ് ചെയ്ത കുറേ മനുഷ്യരുണ്ട്. അപ്പോൾ അവരെ പോലുള്ള ഇനിയും കുറച്ചുപേർ കൂടി ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് വിചാരിക്കുന്നു. എന്താണോ നമുക്ക് സന്തോഷം തരുന്നത്, എന്താണോ നമ്മുടെ മനസ്സിനെ സംതൃപ്തി തരുന്നത്, അത് എന്നും നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക, അമ്പലമണിയായി മുഴങ്ങിക്കൊണ്ടേയിരിക്കുക. താങ്ക് യു.